കാലിഫോർണിയയിലെ കുപ്പർട്ടിനോയിൽ ആപ്പിൾ സ്ഥാപകനായ സ്റ്റീവ് ജോബ്സ് ജനിച്ചു വളർന്ന വീടും അദ്ദേഹത്തിൻ്റെ കമ്പനിയും കാണണം. ആപ്പിൾ സ്ഥാപകൻ സ്റ്റീവ് ജോബ്സിൻ്റെ വീട്ടിലേക്കുള്ള വഴിയിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. വീട് ഏതാണ്ട് എത്താറായി. ആപ്പിളിൻ്റെ CEO സ്റ്റീവ് ജോബ്സിൻ്റെ ഭവനത്തിന് മുന്നിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പോസ്റ്റ് ബോക്സ് നമ്പർ 2066. അദ്ദേഹത്തിൻ്റെ സ്മരണകൾ ഉറങ്ങുന്ന ഗരാജ് നമുക്കൊന്ന് കാണാം. ഈ ഗരാജിൽ ആണ് ആപ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു സ്റ്റീവ് ജോബ്സും സ്റ്റീവ് വോസ്നിയാക്കും കൂടി ഇയാളെ വീടിൻ്റെ ഗരാജിനുള്ളിൽ വെച്ചിട്ടാണ് ആദ്യത്തെ കമ്പ്യൂട്ടറുകൾ അസംബിൾ ചെയ്തത്. എന്നിട്ട് ഇവിടുന്നാണ് അവർ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ലോകപ്രസിദ്ധ കമ്പനികളിൽ ഒന്നായ ആപ്പിളിൻ്റെ തുടക്കം നോക്കൂ. എത്ര എളിയ നിലയിൽ തുടങ്ങിയ കമ്പനിയാണ് ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നത്. ഈ റോഡിനിരുപുറവും കാണുന്നത് ആപ്പിൾ കമ്പനിയുടെ കെട്ടിടങ്ങളാണ്. 2023 കണക്കനുസരിച്ച് $383 ബില്യൺ വിറ്റുവരുമാനമുള്ള 1,61,000 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ആപ്പിൾ. ഈ റോഡിനിരുവശവും കാണുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ആപ്പിൾ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. ഇപ്പോൾ നമുക്ക് മുന്നിൽ കാണുന്ന ഈ കെട്ടിടമാണ് ആപ്പിൾ വിസിറ്റേഴ്സ് സെൻറ്റർ. ആപ്പിൾ കമ്പനിയുടെ ആസ്ഥാനമായ വൃത്താകൃതിയിലുള്ള കെട്ടിടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. 1 മൈൽ ചുറ്റളവുള്ള ഈ കെട്ടിടത്തിൻ്റെ 4 നില മുകളിലും 3 നില ഭൂമിക്കടിയിലുമാണ്. ഊർജ പുനരുപയോഗം 100% സാധ്യമാക്കിയിരിക്കുന്ന ഒരു കെട്ടിടമാണിത്. 175 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഈ കെട്ടിടത്തിൽ 12,000 ജീവനക്കാർ ജോലി ചെയ്യുന്നു. നമ്മൾ ആപ്പിൾ വിസിറ്റേഴ്സ് സെന്ററിലേക്ക് പ്രവേശിക്കുകയാണ്. മനോഹരമായ ഒരു ഉദ്യാനത്തിന് നടുവിലാണ് ആപ്പിൾ വിസിറ്റേഴ്സ് സെന്റർ ഉള്ളത്. ഈ കെട്ടിടത്തിന്റെ പുറം ചുമർ നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ്. വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വേവ് ടു ഓപ്പൺ. കൈവീശിയാൽ ഡോർ തുറന്നു. ഞങ്ങളിപ്പോൾ ആപ്പിൾ വിസിറ്റേഴ്സ് സെന്ററിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ആപ്പിൾ കമ്പനിയുടെ ഇന്നുവരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും നടക്കുന്ന സ്ഥലമാണ് ഈ വിസിറ്റേഴ്സ് സെന്റർ. ഈ മോഡൽ ആപ്പിൾ ക്യാമ്പസിൻ്റെയാണ്. ആപ്പിൾ കോമ്പൗണ്ടിൻ്റെ ഒറിജിനൽ ഫുട്ടേജ് തുല്യമാണ്. സമയം മാറ്റാനുള്ള സൗകര്യമുണ്ട്. ഇത് ഉച്ചയ്ക്ക് 12 മണിക്കെത്തതാണ്. രാവിലത്തെ സമയം ഇത്. ഉച്ചയ്ക്ക് ശേഷം എങ്ങനെ കാണുന്നു, വൈകുന്നേരം എങ്ങനെ കാണുന്നു, രാത്രി എങ്ങനെ കാണുന്നു എന്നൊക്കെ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ആകൃതിയിലാണ് മെയിൻ ഓഫീസ് ബിൽഡിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വൃത്താകൃതിയിലുള്ള ഈ ബിൽഡിങ്ങിൻ്റെ ചുറ്റിലും ഗ്ലാസ്സാണ് അല്ലേ? കർവ്ഡ് ഗ്ലാസ്. ആപ്പിൾ തന്നെ സ്വന്തം വികസിപ്പിച്ചെടുത്ത ഗ്ലാസ്. നടുക്കൊരു ഇത് കണ്ടില്ലേ, റെയിൻബോ പോലത്തെ ഒരു ബ്രിഡ്ജ് പോലത്തെ ഒരു സാധനം കണ്ടില്ലേ നടുവിൽ. ഈ ആപ്പിളിന്റെ പ്രൊഡക്ട്സ് ഓരോ കൊല്ലം ആപ്പിളിന്റെ ഒരു WWDC എന്ന് പറഞ്ഞൊരു ഇവന്റ് ഉണ്ട്. അതിൽ വന്നിട്ടാണ് അതിന്റെ CEO ആ പ്രൊഡക്ട്സ് ഒക്കെ ലോഞ്ച് ചെയ്യുന്നത്. സ്കാൻ ചെയ്ത് അവിടെ നിന്നാണ് ലോഞ്ച് ചെയ്യുന്നത് അല്ലേ? അല്ല, ആ വീഡിയോ. അപ്പോൾ അതിന്റെ ഒരു വീഡിയോ ഇറക്കല്ലോ ഒരു WWDC ഇവന്റ്. അപ്പോൾ ആ വീഡിയോയിൽ ഈ സാധനത്തിൽ നിന്നാണ് ഫസ്റ്റ് ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. റെയിൻബോ എന്നാണ് ടിം കുക്കാണ് അവരെ CEO. അപ്പം ടിം കുക്ക് അവിടുന്ന് നടന്നു വരുന്ന പോലെ എന്നിട്ട് പിന്നെ അയാൾ ഈ ബിൽഡിങ്ങിനുള്ളിലേക്ക് വന്ന് അങ്ങനെ
ഈ ബിൽഡിങ്ങിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പല വൈസ് പ്രസിഡൻസ് അങ്ങനത്തെ ആൾക്കാരൊക്കെ പ്രൊഡക്ട്സിനെ പറ്റി സംസാരിച്ച് അങ്ങനെയാണ് വിഷൻ പ്രോ ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ലോഞ്ച് ചെയ്തത്. Now, I mentioned our past history of being an agricultural hub. I also want to share that all of our berry trees that we have in the park are also edible. Our olive trees around us, the sweet strawberry tree that's right across the street, that's red and yellow. എൻ്റെ കൂടെ നടന്നോളിയേ ആയോ? ആ, നമുക്കിതിനടുത്തേക്കൊന്ന് വന്ന് നോക്കാം. അതിൽ വരുന്ന മാറ്റം വീഡിയോയിൽ ദൃശ്യങ്ങളിലേക്ക് വരികയാണ്. മ്യൂസിക് നൊട്ടേഷൻ രീതിയിൽ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആപ്പിളിൻ്റെ ഒരു പ്രധാന ഉൽപ്പന്നമാണ്. ആപ്പിളിൻ്റെ എയർപോഡുകളുടെ പ്രദർശനമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഫോണിന്ന് കാണിച്ചു തരും അല്ലേ? ലൊക്കേഷൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലാണുള്ളത്. നമുക്ക് നടന്ന് പോവാം ടാഗിനടുത്തേക്ക്. മാപ്പിൽ ഗൂഗിൾ മാപ്സിലൊക്കെ നാവിഗേറ്റ് ചെയ്യുന്ന പോലെ നാവിഗേറ്റ് ചെയ്തു മറന്നു പോകാൻ സാധ്യത. നമ്മുടെ ബാഗ് അങ്ങനത്തെ എന്തെങ്കിലും സാധനത്തിൻ്റെ മുകളിലൊക്കെ ഈ ടാഗ് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ ഫോൺ വെച്ചിട്ട് ഈ ടാഗ് എവിടെയാണുള്ളത് സെൻസ് ചെയ്യാൻ പറ്റും. GPS കോർഡിനേറ്റ് പറഞ്ഞു തരും. മറന്നു പോയ സാധനങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ് ടാഗ്. സെൽഫ് ചെക്കൗട്ട് റേറ്റ് $50. So I don't like this color. Chalo. ഇതില് ആപ്പില് But I don't ആ സ്കാൻ പേ ആൻഡ് ഗോ. want my hand. Let's go. We cannot take it from there. അത് സ്കാൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ റേറ്റും ബാക്കിയുള്ളതൊക്കെ അതിൽ വരും അല്ലേ? ഇതിന് വരേണ്ടതാണ്. സാങ്കേതിക വിദ്യ സ്വായത്തമാക്കുന്നതിൽ പുതിയ തലമുറ നമ്മളെക്കാൾ ഒരു പടി മുന്നിലാണ്. ആപ്പിൾ കമ്പനിയുടെ ഉൽപ്പന്നങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ എന്നുള്ളതാണ് ഈ സെൻറ്ററിൻ്റെ സവിശേഷത. ആപ്പിൾ ടീഷർട്ടുകളാണ് ഇവിടെ എനിക്ക് വെച്ചിരിക്കുന്നത്. ആപ്പിളിൻ്റെ മറ്റ് ആക്സസറികളാണ്. എല്ലാം സെൽഫ് ചെക്കൗട്ടാണ്. ഈ ബിൽഡിങ്ങിൻ്റെ അപ്സ്റ്റെയറിലെ കാഴ്ചകളാണ്. ആപ്പിളിൻ്റെ വൃത്താകൃതിയിലുള്ള മെയിൻ ക്യാമ്പസ് ബിൽഡിംഗ് ആണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ കാണുന്നത്. ഈ കെട്ടിടത്തിൻ്റെ ഓരോ കോണും അരിച്ചു പെറുക്കി ഷൂട്ട് ചെയ്യുന്നത് ഈ കെട്ടിടത്തിൻ്റെ വൃത്തി കാണിക്കുന്നതിന് വേണ്ടിയാണ്.
പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ അത് വാസ്തവമാണ്. എത്രമാത്രം കട്ടിയുള്ള ഗ്ലാസ്സാണ് ഈ പുറം ചുമർ ആയി ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. കെട്ടിടത്തിനകത്ത് മാത്രമല്ല, കോമ്പൗണ്ടിൽ ഒരിടത്തും ഒരു വൃത്തികേടും ഇല്ലെന്ന് തന്നെയാണ് പറയാനുള്ളത്. ആരും ഒന്നും എവിടെയും വലിച്ചെറിയുന്നില്ല. ഇത് വാതിൽ തുറക്കുന്ന സംഭവമാണ്. ഒരു വല്ലാത്ത ലോകം തന്നെയാണ്. കേർഡ് ഗ്ലാസ് അല്ലേ? മെയിൻ ബിൽഡിങ്ങിന് മൊത്തം ഇങ്ങനെയുള്ള കേർഡ് ഗ്ലാസ്സാണ് ഉപയോഗിച്ച്. കണ്ടില്ലേ, വിഷൻ പ്രോ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാള്. ഇങ്ങനെയും ഒരു സാധ്യതയുണ്ട്. വ്ളോഗിങ്ങിനും ഇത് ഉപയോഗിക്കാം. ഇവിടുത്തെ പോലീസ് വാഹനമാണ്. താങ്ക് യു. Did you guys watch? It's awesome. താങ്ക് യു. ഞങ്ങൾ അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഞങ്ങളെയും ഷൂട്ട് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആപ്പിളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്തേക്കുള്ളത് കാണാം. അതിന് മുകളിൽ ഓവർലേ ആയിട്ട് സ്ക്രീൻ വരും. വിഷൻ പ്രോയ്ക്ക് പുറത്തുള്ള കാര്യങ്ങളും മറച്ചുകൊണ്ടല്ല നമുക്ക് ദൃശ്യം തരുന്നത്. അതിനൊരു ഡയലുണ്ട്. ആ ഡയൽ തിരിക്കുന്നതനുസരിച്ചിട്ട് പുറത്തുള്ളത് എത്ര കാണണം എന്നുള്ളത് അത് ഡിമ്മായിക്കൊണ്ടിരിക്കും. നമ്മളൊരു സിനിമ ഫുൾ തിയേറ്റർ എഫക്റ്റ് ഇരുന്ന് കാണണമെങ്കിൽ അത് ഫുൾ ഡയൽ തിരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഡിസപ്പിയർ ആയി സിനിമ മാത്രമേ ഉണ്ടാവും. പെട്ടെന്ന് മോൻ അറിയുകയാണെങ്കിൽ അത് ഡയൽ തിരിച്ചു കഴിഞ്ഞാൽ മോനെ കാണും.